ഇറാന്റെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വലിയ വാർത്ത. ആധുനിക ഇറാന്റെ ചരിത്രവും വർത്തമാനവും ഒരുപോലെ ഇഴചേർന്ന നേതാവായിരുന്നു ഖമനേയി. ആദ്യത്തെ പരമോന്നത നേതാവും ഇറാൻ വിമോചന പോരാട്ടത്തിന്റെ നായകനുമായിരുന്ന ആയത്തുള്ള റൂഹുല്ല ഖൊമൈനിയുടെ വിശ്വസ്തനും പിൻഗാമിയുമായിരുന്നു അലി ഖമനേയി. ഇറാൻ എന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയും ഒപ്പം ഇറാന്റെ സായുധ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫുമാണ് സുപ്രീം ലീഡർ അഥവാ പരമോന്നത നേതാവ്. അങ്ങനെ ഒരാൾ കൊല്ലപ്പെടുന്നതോടെ രാജ്യത്തിന്റെ ഭാവി കൂടി തൃശങ്കൂലാവുകയാണ്. ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ഇറാൻ ഒരുക്കമാണ് എന്നൊക്കെ സംഘർഷം ആരംഭിക്കും മുൻപ് ഇറാൻ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും സുപ്രീം ലീഡർ തന്നെ ആദ്യത്തെ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ഇറാനിൽ ഇനി എന്ത് എന്ന ചോദ്യം ബാക്കിയാകും. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി ഇറാന്റെ അവസാന വാക്കാണ് ആയത്തുള്ള അലി ഖമനേയി. ഖമനേയിക്ക് പുറമെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ അലി ഷംഖാനി അടക്കം ഒട്ടനവധി പ്രമുഖർ ആദ്യ ദിവസത്തെ US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇത് ഇറാനെ തളർത്തിക്കളഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഇറാനെ സംബന്ധിച്ച് സുപ്രീം ലീഡർ അഥവാ പരമോന്നത നേതാവ് എന്നാൽ അവരുടെ സർവാധികാരി അല്ലെങ്കിൽ സർവശക്തിയുടെയും ഒറ്റ ഓഫീസ് എന്നാണ് അർത്ഥം. കഴിഞ്ഞ 35 വർഷമായി ഇറാനെ സംബന്ധിച്ച് അത് ആയത്തുള്ള അലി ഖമനേയിയാണ്. അതായത് 40 വയസ്സ് വരെയുള്ള ഇറാൻ യുവതിക്ക് ഖമനേയി അവരുടെ ജീവിതത്തിൽ സ്പർശിക്കാത്ത ദിവസം കടന്നു പോയിട്ടില്ല എന്ന് സാരം. പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും അധികം കാലം രാഷ്ട്രഭരണം നടത്തിയ രാഷ്ട്രത്തലവൻ, ഇറാനെ ഏകാധിപതിയായി ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിലൂടെയാണ് ഖമനേയി ജനപ്രീതി നേടുന്നത്. നിഴൽ യുദ്ധങ്ങളുടെ സൂത്രധാരൻ എന്നാണ് ഖമനേയി അറിയപ്പെട്ടിരുന്നത്. ഇറാനെ അനുകൂലിക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തി ഒരു പ്രാദേശിക പ്രോക്സി അഥവാ നിഴൽ ശൃംഖല രൂപപ്പെടുത്തുന്നതിൽ ഖമനേയി വലിയ പങ്കാണ് വഹിച്ചത്. ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘങ്ങൾക്കും ഖമനേയി സാമ്പത്തിക സഹായവും ആയുധവും നൽകി. ഇസ്രായേലിനെതിരെ ഈ സംഘടനകളിലൂടെ ഖമനേയി നിഴൽ യുദ്ധങ്ങൾ നടത്തി. ഒരിക്കലും നേരിട്ടുള്ള പോരാട്ടത്തിന് മുതിർന്നില്ല എങ്കിലും ഇസ്രായേലിനെയും അമേരിക്കയെയും സൗദി അറേബ്യയെയും ഇതുവഴി വെല്ലുവിളിക്കാൻ ഖമനേയിക്ക് സാധിച്ചു. ഇറാനിലും ഇറാന്റെ വിശാലമായ മേഖലയിലും ഖമനേയിയുടെ മരണം ഉണ്ടാക്കുന്ന അനിശ്ചിതത്വം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇറാനിലെ ഖമനേയിയുടെ മരണം ഇറാന്റെ ഭാവിയിൽ അനിശ്ചിതത്വം നിറയ്ക്കും. ആദ്യം ഇറാന്റെ പ്രസിഡന്റായും പിന്നീട് ഖമനേയിയുടെ മരണത്തോടെ ഇറാന്റെ സുപ്രീം ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ട ഖമനേയി അവസാന കാലമായപ്പോഴേക്കും അസംതൃപ്തിയുടെ നടുവിലായി കഴിഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ടത് അതിന്റെ ഭാഗമായി കാണണം. ഈ പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുകയും ചെയ്തു. വളരെ ക്രൂരമായ രീതിയിലാണ് ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടം പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത്. ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട ജനുവരിയിലേക്ക് പടർന്നു കയറിയ പ്രക്ഷോഭത്തെ ഇറാൻ പതിവ് പോലെ ഉരുക്കുമുഷ്ടിയാൽ അടിച്ചമർത്തി. ഇതും ആഗോളതലത്തിൽ ഇറാനെതിരെ വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കി. ആണവ വിഷയത്തിലുള്ള ഇറാന്റെ നിലപാടുകൾ അവർക്കെതിരായ ഉപരോധത്തിനും കാരണമായി. ഈ ഉപരോധമാണ് ഇറാനിൽ വിലക്കയറ്റവും അവശ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും സൃഷ്ടിച്ചതും അത് ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതും. ഈ പ്രക്ഷോഭങ്ങളും ഒപ്പം ആണവ വിഷയത്തിലെ നിലപാടുകളും അമേരിക്കയെ ഇറാനെതിരെ പടനയിക്കുന്നതിലേക്ക് നയിച്ചു. പക്ഷേ പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുണ്ട് എന്നതായിരുന്നു ഇറാനെ അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുന്നതിലേക്ക് നയിച്ചത്. അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുള്ളത് ഇറാനിലാണ്. ഇതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം ചെറുക്കാൻ ഇത് മതിയാകുമെന്ന് അവർ കണക്കുകൂട്ടി. പക്ഷേ കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കാര്യമായ ശോഷണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ആക്രമണം നടക്കുമ്പോൾ, ആക്രമണത്തിന് അമേരിക്ക നടത്തിയ തയ്യാറെടുപ്പുകൾ കാണുമ്പോൾ പ്രതിരോധത്തിന് ഇറാന്റെ ഈ സന്നാഹങ്ങൾ മതിയാകുമോ എന്ന് ആശങ്കയുണ്ട്. അതിനിടയിലാണ് ഖമനേയി എന്ന പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നതും. ഖമനേയിക്കൊപ്പം ഇറാന്റെ ഉന്നത സുരക്ഷാ നേതാക്കൾ അടക്കം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഖമനേയിയുടെ വിശ്വസ്തനും മുഖ്യ ഉപദേഷ്ടാവുമായ അലി ഷംഖാനി അടക്കമുള്ള ഇറാന്റെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രധാന നേതാക്കളെയെല്ലാം വകവരുത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ വിഭാഗത്തിലെ പ്രധാന നേതാവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡറുമാണ് അലി ഷംഖാനി. ഇറാന്റെ ഉന്നത സുരക്ഷാ നേതാക്കളായ പ്രമുഖർ ടെഹ്റാനിലെ 2 ലൊക്കേഷനുകളിൽ യോഗം ചേർന്നുവെന്ന് ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കിയതിന് പിന്നാലെയായിരുന്നു അപ്രതീക്ഷിത ആക്രമണം നടന്നത് എന്നാണ് സൂചന. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡർ മുഹമ്മദ് പാക്പൂർ, ഇറാൻ സേനയുടെ ചീഫ് ഓഫ് ഇന്റലിജൻസ് സലാഹ് ആസാദി, ഖമനേയി പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ അദ്ദേഹത്തിന്റെ മിലിറ്ററി ബ്യൂറോ ഓഫ് ആയിരുന്ന മുഹമ്മദ് ഷിറാസി, ഇറാന്റെ പ്രതിരോധ മന്ത്രിയും മുൻ വ്യോമസേന മേധാവിയുമായ അസീസ് നസീർ സാദെ, ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഗവേഷണ ഏജൻസിയായ SPNDയുടെ ചെയർമാൻ
ഹൊസൈൻ ജബൽ അമീലിയൻ, മുൻ SPND ചെയർമാൻ റസ മൊസാഫാരി എന്നിവരാണ് കൊല്ലപ്പെട്ട പ്രമുഖരുടെ പട്ടികയിലുള്ളത്. 1939 ആയത്തുള്ള അലി ഖമനയുടെ ജനനം. ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമായ മഷാദിൽ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന കുടുംബത്തിൽ 8 മക്കളിൽ രണ്ടാമനായി അലി ഖമനയി ജനിച്ചു. വളരെ ചെറുപ്പം മുതൽ തന്നെ ഖുർആൻ പഠനത്തിലേക്ക് തിരിഞ്ഞ ഖമനയി 11ാമത്തെ വയസ്സിൽ ഖുർആൻ പഠനം പൂർത്തിയാക്കി. മതപഠനം പൂർത്തിയാക്കി പണ്ഡിതനായ ഖമനയി അക്കാലത്തെ മറ്റു പല പണ്ഡിതന്മാരെയും പോലെ ആത്മീയതയ്ക്കൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം കൂടി നടത്തിപ്പോന്നു. ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരായ കടുത്ത വിമർശകനായി ഖമനയി വളർന്നു. ഷാ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി വർഷങ്ങളോളം അണ്ടർഗ്രൗണ്ടിൽ ഒളിവിലായിരുന്ന ഖമനയി 6 തവണ ഷാ ഭരണകൂടത്തിന്റെ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഭീകരമായ മർദ്ദനമുറകൾക്കും പീഡനത്തിനും വിധേയനായി. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആയത്തുള്ള റൂഹുല്ല ഖൊമൈനി സുപ്രീം ലീഡറാകുകയും അലി ഖമനിയെ ടെഹ്റാനിലെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന്റെ ഇമാമായി നിയമിക്കുകയും ചെയ്തു. 1981 ഖമനിയെ ഇറാന്റെ പ്രസിഡന്റായി ഖൊമൈനി അവരോധിച്ചു. 1981 സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഇറാനെ ആക്രമിച്ചപ്പോൾ യുദ്ധത്തിൽ മുൻനിരയിൽ നിന്നത് ഖമനിയായിരുന്നു. 8 വർഷത്തോളമാണ് ഇറാൻ യുദ്ധം നീണ്ടുനിന്നത്. 1989 86ാമത്തെ വയസ്സിൽ റൂഹുല്ല ഖൊമൈനി മരിച്ചതിന് പിന്നാലെ അലി ഖമനയി ഇറാൻ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈകാതെ ഇറാൻ സൈന്യം, നീതിന്യായ വ്യവസ്ഥിതി, മാധ്യമങ്ങൾ എന്നിവ എളുപ്പം ഖമനയുടെ കൈപ്പിടിയിലേക്ക് എത്തി. മുൻ പരമോന്നത നേതാവ് ഖൊമൈനിയിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം അധികാര മേഖല സ്ഥാപിക്കാനാണ് ഖമനയി ശ്രമിച്ചത്. അക്കാര്യത്തിൽ ഖമനയി വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 30 വർഷം കൊണ്ട് പാർലമെന്റിലും ജുഡീഷ്യറിയിലും പോലീസിലും മീഡിയയിലും മാത്രമല്ല മതനേതൃത്വത്തിലും സ്വന്തമായ ഒരു അധികാര വലയം സൃഷ്ടിച്ചിട്ടുണ്ട് ഖമനയി. തന്റെ ഭരണകാലയളവിൽ പലകുറി ഖമനയിക്ക് പലവിധ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വന്നു. അധികാരത്തിലേറി 10 വർഷമാകുമ്പോൾ 1999 വിദ്യാർത്ഥി പ്രക്ഷോഭം ഇറാനെ ഇളക്കിമറിച്ചു. വീണ്ടും ഒരു 10 വർഷം പിന്നിട്ടപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലി പ്രക്ഷോഭം ഉടലെടുത്തു. ഇവയെല്ലാം ഖമനയി അടിച്ചമർത്തി. 2019 2022 സമാനമായ രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങളെ ഖമനയിക്ക് നേരിടേണ്ടി വന്നു. 2025 ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ ചുവട് പിടിച്ച് ഒടുവിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധവും ഖമനയുടെ അന്ത്യവും സംഭവിച്ചു. കൃത്യമായി പറഞ്ഞാൽ 37 വർഷം നീണ്ട ഖമനയി യുഗത്തിലാണ് അലി ഖമനയുടെ മരണത്തോടെ തിരശ്ശീല വീഴുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിനെ ഒപ്പം കൂട്ടി ഇറാന്റെ രാഷ്ട്രീയം, മതം, വ്യവസായം, അടിസ്ഥാന സൗകര്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളുടെ നിയന്ത്രണവും ഖമനയി സ്വന്തം കാൽ കീഴിലാക്കുകയും ഇറാൻ സമ്പദ് വ്യവസ്ഥ തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഖമനയി കൊല്ലപ്പെട്ടുവെന്ന സ്ഥിരീകരണം വരുന്നതോടെ മണ്ണടിയുന്നത് $95 ബില്യൺ, ഏകദേശം 9 ലക്ഷം കോടി രൂപയുടെ സാമ്രാജ്യം കൂടിയാണ്. സമീപകാല കണക്കുകൾ പ്രകാരമുള്ള ഖമനയുടെ സമ്പാദ്യത്തിന്റെ കണക്കാണ് ഇത്. മകൻ മുജ്തബയ്ക്കാകട്ടെ വിദേശത്ത് 1000 കോടിയിൽ പരം രൂപയുടെ ആസ്തികളുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഖമനയ്ക്ക് പുറമെ പ്രസിഡന്റ് പെസഷ്കിയാനും കൊല്ലപ്പെട്ടു എന്ന വിവരമുണ്ട്. പക്ഷേ സ്ഥിരീകരണമില്ല. ഖമനയ്ക്ക് പകരക്കാരനെ കണ്ടെത്തേണ്ടത് ഇറാൻ ഭരണഘടന പ്രകാരം പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിലിൽ നിന്നുള്ള ഉന്നത പുരോഹിതൻ എന്നിവർ അടങ്ങുന്ന സമിതിയാണ്. 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിനാണ് ഇതിന്റെ പൂർണ്ണ അധികാരം. നേതാവ് അന്തരിച്ചാൽ ഇവർ അടിയന്തരമായി യോഗം ചേരും. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പരിഗണിക്കുന്ന വ്യക്തിക്ക് മികച്ച ഇസ്ലാമിക് പാണ്ഡിത്യം, നീതിബോധം, ഭക്തി, ശരിയായ രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാട്, ധൈര്യം, ഭരണ നിപുണത എന്നിവ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. അസംബ്ലി അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഒരാളെ പിന്തുണച്ചാൽ അദ്ദേഹത്തെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുവരെ താൽക്കാലിക സമിതിയാണ് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുക. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ നിയന്ത്രണം IRGC ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ. ഇസ്രായേലിനോടും US-നോടും പകരം ചോദിക്കുമെന്ന് IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം തുടരുമെന്ന ആശങ്കയാണ് ഇത് നൽകുന്നതും.